യോ ഈ പ്രശോഭിത് എവിടെ പോയി കിടക്കുവാ? എന്റെ ദൈവമേ, ഇവനൊക്കെ വേഷം കെട്ടി ഇറങ്ങാൻ ഇത്ര നേരം എന്തുവാ? ഇതെല്ലാം കൂടെ കെട്ടി ഒരുക്കി വരുമ്പോഴത്തേക്ക് ഡോക്ടർ അദ്ദേഹത്തിന്റെ പാട്ടിന് പോകും. പ്രശോഭേ, അയ്യോ തെറ്റി. എന്താ ഇത് എത്ര ദിവസമായി പ്രാക്ടീസ് ചെയ്യുന്നു? പ്രശോഭേട്ട ആദ്യം മേലോട്ടാ പോണ്ടത്. മേലോട്ട് തന്നെയല്ലേ പോയത്? അല്ല, പ്രശോഭേട്ടൻ താഴോട്ടാ പോയത്. എത്ര ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു? വീണ്ടും തെറ്റിക്കുക. ലക്ഷ്മി, നിന്റെ ടൈമിംഗ് ആണ് തെറ്റിയത്. ഞാൻ കറക്റ്റ് തന്നെ ചെയ്തത്. എന്റെ ടൈമിംഗ് തെറ്റിയിട്ടില്ല. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാ. നീ നോയിക്കോ, ഞാൻ സ്റ്റേജ് കേറിയിട്ട് പൊളിക്കും. നോയിക്കോ. ആഹാ, ഈ കോൺഫിഡൻസ് സ്റ്റേജിലും കണ്ടാ മതി. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, തെറ്റിയ അവളുമാര് കൂവി നിലവിളിക്കും. അങ്ങനെയൊന്നും തെറ്റൂല. നീ ചുമ്മാ എന്റെ കോൺഫിഡൻസ് കൂടെ കളയല്ലേ. ആ വീണ്ടും ഒന്നൂടെ. എവിടെയാ നിർത്തിയേ? ഞാൻ പാടിത്തരാം. നീ ചിരിച്ചാലി കരയിൽ ചാകരാ, നീ ചിരിച്ചാലി തുറയ്ക്ക് ചാകരാ. എന്താന്നാടാ പ്രശോഭ ഇതിവിടെ? അത് പിന്നെ അമ്മ, രശ്മിയിലെ സ്കൂളിലെ റീയൂണിയൻ ആയതുകൊണ്ട് അതിന് കപ്പിൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വിത്ത് കോസ്റ്റ്യൂം റിഹേഴ്സൽ നോക്ക. അയ്യോ, കപ്പിൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വിത്ത് കോസ്റ്റ്യൂം? നീ കൊള്ളാവമ്മ. എന്തോ അടിപൊളി കാണിക്കുന്നത്? അത് ചാന്തുപൊട്ട് സിനിമയിലെ പാട്ടല്ലേ, അപ്പൊ അതിന് ഈ ഗെറ്റപ്പ് അല്ലേ കറക്റ്റ്? ഇവക്ക് ബട്ടാണോ? എന്താ അമ്മ കുഴപ്പം? എടാ കൊച്ചനെ, ഈ ചാന്തുപൊട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ പേര്. അത് വലിയ വലിയ സിനിമാ നടന്മാരും കലാകാരന്മാരും ഒക്കെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കും. അല്ലാതെ നീ ആരാന്നാണ് അതിന്റെ വിചാരം? ഞാൻ മൂത്തമ്മ അമ്മയുടെ പ്രശോഭ. അത്രേ ഉള്ളു? അമ്മയുടെ മായി അത്രേ ഉള്ളു? അല്ല, നീ ഒരു അറിയപ്പെടുന്ന കമ്പനിയുടെ MD. ഒരു MD ഇമാതിരി കോമാളി വേഷം കെട്ടിട്ട് എന്നൊക്കെ കാണിച്ചാലേ നാളെ എന്തായിരിക്കും ഈ നാട്ടുകാരും മാധ്യമങ്ങളൊക്കെ പറയുന്നത്? കമ്പനിക്ക് തന്നെ നാണക്കേടല്ലേടാ. നിനക്കത് ആലോചിച്ചാ അറിഞ്ഞൂടെ? ഞാൻ അതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ല അമ്മ. അല്ല, നീ എന്തോ അല്ലെങ്കിലും ആലോചിക്കേണ്ട സമയത്തൊന്നും ആലോചിക്കത്തില്ലല്ലോ. അതിന് പകരം സിനിമയിൽ വലിയ വലിയ കലാകാരന്മാരെ അവതരിപ്പിച്ച കഥാപാത്രം എടുത്ത് വെച്ചിട്ട് ഭാര്യ അടുത്ത് ആർക്കാടി വെളിവുള്ളത് ഈ കൂട്ടത്തിൽ? എനിക്ക് അറിയാൻ വയ്യാട്ടി ചോദിക്കുക. അയ്യോ, വാതറ കാര്യം പറയടാ. അല്ലമ്മേ, ഇനി ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അവർ ഓൾറെഡി ചാർട്ട് ചെയ്തു. ആണോ? അയ്യോ, ഇമാരി കോമാളി വേഷം കെട്ടിക്കൊണ്ട് അവനെ കൊണ്ടു നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം ഊരി കളഞ്ഞേച്ചേ. അന്തസ്സായിട്ട് നിന്റെ സാധാരണ വേഷം ഇട്ട് എത്രയും പെട്ടെന്ന് എന്റെ കൂടെ എനിക്ക് ഡോക്ടറെ കാണാനുള്ളതാ. സമൂഹത്തിൽ കോമാളിയാക്കി ഭർത്താവിനെ കൊണ്ടു നടക്കുന്ന ഭാര്യയും ഇതാരെ പറയണം? ആർക്കാണ് ഇവിടെ വെളിവ്? പ്രശോഭേട്ടാ, എന്താ ഉദ്ദേശം? ഉദ്ദേശം എന്തോന്ന് നീ കേട്ടില്ലേ? ഞാൻ നിന്റെ അന്നേ പറഞ്ഞ നിമ്മാതിരിയുള്ള പാട്ട് കളിക്കൂല. പ്രശോഭേട്ടാ, അതൊക്കെ ഒരു തമാശയല്ലേ? ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണ്ട എടുക്കാൻ. എന്നെ കൊണ്ടിട്ട് അവിടെ കളിപ്പിക്കണേലും നിനക്ക് തമാശ. പ്രശോഭേട്ടാ, പരിപാടി 3 മണിക്കാ. അതുകൊണ്ട് അവിടെ വന്നേക്കണം. ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയാണ്ടല്ല, ഒരു MD ആയ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒന്നും കളിക്കരുതെന്ന്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ രശ്മി, നീ വല്ല പാട്ടോ വേറെ എന്തെങ്കിലും പെർഫോമൻസ് നോക്കും, നമുക്ക് അത് നോക്കാം. പറ്റത്തില്ല, ഞാൻ ഫിക്സ് ചെയ്ത പാട്ട് മാറ്റാൻ പറ്റത്തില്ല. എന്നാലേ നീ തന്നെ അങ്ങോട്ട് പോയിട്ട് കളിച്ചോണ്ടാ മതി. അവിടെ വന്നിരിക്കുന്നു. പ്രശോഭേട്ടാ.